പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 67-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് തൊട്ടാവാടിയും ടെലിഗ്രാഫ് പ്ലാന്റും. ജന്തുക്കൾക്ക് പ്രതികരണമുണ്ട്. ഇത്തരം പ്രതികരണങ്ങൾ സസ്യങ്ങളിൽ ഉണ്ടോ? ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഉദ്ദീപനത്തിനും പ്രതികരണത്തിനും ഉള്ള ഗവേഷണം നടത്തിയത് തൊട്ടാവാടി എന്ന സസ്യത്തിലാണ്. നല്ല പ്രകാശമുള്ള പകലിൽ തൊട്ടാവാടിയുടെ ഇലകൾ മുഴുവനും വിടർന്ന് സൂര്യരശ്മികൾക്ക് ലംബമായിട്ട് നിൽക്കും. രാത്രിയിൽ ഇലകൾ വാടിത്തളർന്ന പോലെയാകുന്നു. തൊട്ടാവാടിയിൽ കണ്ടുവരുന്ന ഈ പെരുമാറ്റത്തിന് ബോസിൻ്റെതായ വിശദീകരണമുണ്ട്. ഒരു നാഡീവ്യൂഹത്തിന്റെ സ്വഭാവങ്ങൾ തൊട്ടാവാടിയിൽ ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജന്തുക്കളിൽ കണ്ടുവരുന്ന അതേ പ്രവർത്തനം തന്നെയാണ് തൊട്ടാവാടിയിലും ഉള്ളതെന്ന് ബോസ് അഭിപ്രായപ്പെട്ടു. മറ്റൊരു സസ്യത്തിലെ ചലനങ്ങളും ബോസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടെലിഗ്രാഫ് പ്ലാന്റ് എന്ന സാധാരണ പേരുള്ള ഈ സസ്യത്തിന് ഓരോ തണ്ടിലും ഒരു വലിയ ഇലയും പാർശ്വങ്ങളിൽ 2 കൊച്ചിലകളും ഉണ്ട്. ഇരുവശത്തുമുള്ള ചെറിയ ഇലകൾ ചലിച്ചുകൊണ്ടിരിക്കും. ജന്തുക്കളുടെ ഹൃദയമിടിപ്പ് പോലുള്ള സ്പന്ദനങ്ങളാണ് ഈ സസ്യത്തിലുള്ളത് എന്ന് ബോസ് അനുമാനിച്ചു. സസ്യങ്ങൾ ശ്വാസകോശങ്ങളില്ലാതെ ശ്വസിക്കുകയും ആമാശയം ഇല്ലാതെ പചനം ചെയ്യുകയും മാംസപേശികൾ കൂടാതെ ചലിക്കുകയും ചെയ്യുന്നില്ലേ? അതുപോലെ സസ്യങ്ങളിൽ നാഡീവ്യൂഹമില്ലാതെയുള്ള ഉത്തേജനവും നടക്കുന്നുണ്ട്. ബോസ് ബലമായി വിശ്വസിച്ചു. ജന്തുക്കൾക്കും അജൈവ വസ്തുക്കൾക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥാനമാണ് സസ്യങ്ങൾക്കുള്ളതെന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായി. തുടർച്ചയായ ഉദ്ദീപനങ്ങൾ മൂലം സസ്യങ്ങളിൽ തളർച്ചയും ആലസ്യവും ഉണ്ടാകുന്നുവെന്ന് ബോസ് കണ്ടെത്തി. കൂടുതൽ ചൂടിൽ സസ്യങ്ങൾ മരണവെപ്രാളം കാണിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മരണമുണ്ടാകുന്ന നിർണായകമായ ചൂട് കണ്ടുപിടിക്കാൻ വേണ്ടി ബോസ് ഡെത്ത് റെക്കോർഡ് എന്ന ഉപകരണം ഉണ്ടാക്കി. ആഘാതം മൂലം ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഉത്തേജനം സസ്യങ്ങളിൽ കുറച്ചകലേക്ക് സഞ്ചരിക്കുന്നുവെന്ന് ബോസ് പരീക്ഷിച്ചറിഞ്ഞു. അദ്ദേഹം നിർമ്മിച്ച ബാലൻസിംഗ് അപ്പരറ്റസ് മൂലമാണ് ഇത് സാധിച്ചത്. ഒരിടത്തു നിന്നും ഉത്തേജനം മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്ന സമയം കൃത്യമായി നിർണയിക്കുവാൻ ആ ഉപകരണം മൂലം സാധിച്ചു. സസ്യങ്ങളുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനങ്ങളും അദ്ദേഹം നടത്തി. പല സസ്യങ്ങളും വളരുന്നത്